VS അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. ബ്രാഞ്ച് തലത്തിൽ പുഷ്പാർച്ചനയും നടന്നു. കുലശേഖരപുരത്ത് അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടത്തി. മുൻ മുഖ്യമന്ത്രിയും CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് CPIMന്റെ നേതൃത്വത്തിൽ ബ്രാഞ്ച് തലങ്ങളിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തിയത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ ഛായാചിത്രത്തിന് മുന്നിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ പതാക ഉയർത്തി. കുലശേഖരപുരം കുരുവേലി ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. രൂപീകരണത്തിന് ആവശ്യമായ തീരുമാനം നെഹ്റുവിന്റെ ഗവൺമെന്റ് എടുക്കുന്നത്. അങ്ങനെയാണ് 1956 നവംബർ മാസം 1-ാം തീയതി മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനമായി തിരുവിതാംകൂറും കൊച്ചിയും നേരത്തെ തന്നെ യോജിച്ചിരുന്നുവെങ്കിലും മലബാർ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള സംസ്ഥാനം രൂപപ്പെടുന്നത്. കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ സർ CP-യുടെ നിലപാട് നേരത്തെ പറഞ്ഞു. അമേരിക്കൻ മോഡൽ ഭരണമാണ് സർ CP ആഗ്രഹിച്ചത്. അതിനെതിരായിട്ടുള്ള നിലപാടിൽ ശക്തിയായി പ്രതികരിച്ച പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നാം ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത് EMS അടക്കമുള്ള ആളുകൾ അക്കാലങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ കേരള സംസ്ഥാനം, കേരള മലയാളികളുടെ സ്വന്തം ഭൂമി എന്ന നിലയിൽ EMSഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതിനാവശ്യമായ തരത്തിലേക്കുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളും ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനകത്തെല്ലാം VSന്റെ ശക്തിയായ നേതൃത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. B കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ, CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, PK ബാലചന്ദ്രൻ, C രാധാമണി, PK ജയപ്രകാശ്, B ഗോപൻ, വസന്ത രമേശ്, BK ഹാഷിം, VP ജയപ്രകാശ് മേനോൻ, ബെൻസി രഘുനാഥ്, C ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.